നിങ്ങളൊക്കെ എത്ര സമയമായി ഇവിടെ നിൽക്കുന്നു? 2 മണിയോട്ട് നിൽക്കുകയാണ്. വി എസിന്റെ ഒരു വിടവ് അത് നികത്താൻ കഴിയുന്നതാണോ? എന്നെങ്ങനെയാണ് നിങ്ങൾ നികത്താൻ കഴിയുന്നതല്ല, ഒരിക്കലും മായാത്ത ഒരു രൂപമാണ്, ഓർമ്മകളാണ്, മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. നമുക്ക് പല രാഷ്ട്രീയ നേതാക്കളും നമ്മൾ കണ്ടിട്ടുണ്ട്, പലരും ഉള്ളവരുണ്ട്. പക്ഷെ അവരിൽ നിന്നൊക്കെ എങ്ങനെയാണ് വി എസ് വ്യത്യസ്തനാവുന്നത്? അത് നമ്മളെ ഒരു ആളായിരുന്നു, നമ്മളൊരു ആളെന്ന് പറയാൻ നമുക്ക് എന്തും പറയാനും നമ്മളവിടെ സഹകരിക്കാനും എല്ലാം ഏത് കാര്യത്തിനായാലും നമുക്കൊരു സഹായമായാലും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മളൊപ്പം നിന്ന ഒരാളായിരുന്നു, മന്ത്രിയാണെന്നുള്ള ഒരു ഇതില്ലാതെ നിന്ന ഒരാളായിരുന്നു. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റൂല അനുഭവം. സെക്രട്ടേറിയറ്റിൽ നിന്ന് വിലാപ യാത്ര ആരംഭിച്ച് അവിടെ PMG കഴിഞ്ഞിപ്പം പട്ടം കഴിഞ്ഞതായ കേശവദാസ് ദേവത്തേക്ക് വരുന്നതേ ഉള്ളൂ. പക്ഷെ ഈ വഴികളിലൊക്കെ കാത്തു നിൽക്കുന്നവർ കാണുന്നത് നിങ്ങളെയൊക്കെ പോലെയുള്ള അമ്മമാര്, കുഞ്ഞുങ്ങളൊക്കെ, അങ്ങനെ ഒരു സ്ത്രീകളുടെ ഒരു വലിയ പിന്തുണ, അവരെ ഒരു വിട വാങ്ങാൻ, വി എസിന് വേണ്ടി വിട വാങ്ങാൻ അവരൊക്കെ കാത്തു നിൽക്കുകയാണ്. സ്ത്രീകൾക്കെന്ന് പറയാൻ ഏത് കാര്യങ്ങൾക്ക് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളായിരുന്നു ഇതുപോലെ. അതുകൊണ്ട് നമുക്ക് അത്രയും ഒരു സ്നേഹവും നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നത് ഒരു നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ഓർക്കുന്നത് എങ്ങനെയാണ്? കാരണം ഈ വി എസ് ഇപ്പോൾ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ സജീവമായി പൊതുപ്രവർത്തനത്തിലൊന്നും കുറെ നാളുകളായിട്ടില്ല. പക്ഷേ അതൊന്നും വി എസിനെ വിട ചെല്ലുമ്പോൾ വി എസിന്റെ അദ്ദേഹത്തെ ഓർക്കാതിരിക്കാനുള്ള ഒരു കാരണമാവുന്നില്ല, അല്ലേ? അതെ അതെ, അല്ല, അതൊരു കാരണമേ അല്ല. വി എസ് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. വി എസ് ഇപ്പൊ പോയിന്ന രീതിയിലും നമ്മുടെ മനസ്സിൽ എന്നും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വി എസ്. നിങ്ങളൊക്കെ വീട്ടിലെ കൊച്ചുകുട്ടികളൊക്കെ ഓർത്തെടുക്കാറുണ്ടോ വി എസ് ആര്? ഒരുപക്ഷെ അവർക്കൊക്കെ വി എസ് ആരാ എന്ന അത്ര പരിചിതം ഉണ്ടാവില്ല. വി എസിനെ അപ്പൂപ്പാന്ന് വിളിച്ച് തന്നെയാണ് കൊച്ചുകുട്ടികൾ എല്ലാവരും കാണുന്നത്. അപ്പൂപ്പൻ എന്നുള്ള ഒരു ലെവലിൽ തന്നെയാണ് എടുത്തേക്കുന്നത് വി എസിനെ. എവിടെയാ വീടൊക്കെ? എവിടെയാണ്? ഞങ്ങള് LIC പട്ടം LIC. ഇതിപ്പോ ഈ ടൗണിൽ തന്നെ ഒരു വലിയ ആൾക്കൂട്ടമാണ് കാണുന്നത്. 2-3 പോയിന്റ് കഴിഞ്ഞേ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് കൊല്ലം ജില്ലയുടെ മറ്റു ഭാഗങ്ങളുണ്ട്, ആലപ്പുഴ ജില്ലയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ ആൾക്കൂട്ടം ആവുമല്ലോ. ഈ ഷെഡ്യൂളൊക്കെ തെറ്റും തോന്നുന്നല്ലേ? നല്ല ആൾക്കൂട്ടം ഉണ്ടാവും, അത്രയ്ക്ക് പിന്തുണ ഉണ്ടാവും. ബി എസിന് പകരം ബി എസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവൂല. നിങ്ങളൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നവരാണോ അതോ വി എസിനെ സെപ്പറേറ്റ് ഇഷ്ടപ്പെടുന്നവരാണോ? ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുള്ളതാണ്, എന്നാലും ബി എസിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റൂല, മറക്കാൻ പറ്റൂല. മരിച്ചാലും ഞങ്ങളെ കൂടെ ഉണ്ടാവും എപ്പോഴും. പാവങ്ങളുടെ നേതാവാണ് ബി എസ്, പാവങ്ങളുടെ നേതാവ്. അച്ചുമാവനാണ്, അച്ചുമാവൻ. ബി എസ് അല്ല, ഞങ്ങളെ അച്ചുമാവൻ. കൊച്ചു പിള്ളേർ മുതൽ വലിയവർക്ക് വരെ ആര് നേട്ട അച്ചുമാവനാണ് ഞങ്ങൾക്ക്.